ചങ്ങനാശ്ശേരിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഏറ്റവും അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. UDF സ്ഥാനാർത്ഥി വിനു ജോബാണ് എനിക്കൊപ്പം ചേരുന്നത്. തന്ത്രങ്ങളെല്ലാം പുറത്തെടുത്തോ? തന്ത്രങ്ങളൊന്നും പ്രത്യേകിച്ച് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയാന്നുള്ളതേ ഉള്ളൂ. എങ്ങനെയുണ്ട് ഒരു അവസാന ദിവസങ്ങൾ? വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ ഇനി. നിറഞ്ഞ ആത്മവിശ്വാസം. എന്താണ് ജനങ്ങളോട് എന്ത് പറയുമ്പോഴാണ് ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നത്? എന്താണ് ഒരു അനുഭവം? ചങ്ങനാശ്ശേരി ഒത്തിരി പ്രതീക്ഷയുള്ള ഒരു സ്ഥലമാണ്. എനിക്ക് നിരവധി സ്വപ്നങ്ങളുള്ള സ്ഥലമാണ്. പല പദ്ധതികളുണ്ട്. ഒരു സമഗ്ര വികസനമാണ് ചങ്ങനാശ്ശേരിയുടെ. ആ പദ്ധതികളെല്ലാം നടപ്പിലാക്കുവാൻ വേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അവർക്കൊപ്പം ഉണ്ട് തന്നെ. തൃക്കൊടിത്താനത്തെ ഒരു അട്ടിമറിയുടെ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഒരു സാധാരണ ആളുകളോട് ചെല്ലുമ്പോഴേ അവരെന്താ പറയുന്നത്? സാധാരണ ആൾക്കാർ തീർച്ചയായിട്ടും ഒരു മാറ്റം ചങ്ങനാശ്ശേരിയിൽ ആഗ്രഹിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഓരോ പുരോഗതിയുടെ പേര് പറഞ്ഞ് നിരവധി ഫ്ലെക്സുകളൊക്കെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിർമ്മാണ ഉദ്ഘാടനത്തിൻ്റെ പേരിൽ നിരവധി ഫ്ലെക്സുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും പൂർത്തിയാകാത്ത നിരവധി പദ്ധതികളും സ്വപ്നങ്ങളും ചങ്ങനാശ്ശേരിയിൽ ഇപ്പോഴും ഉണ്ട്. അതെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാൻ കാണും. രണ്ടിലെയാണ് ചങ്ങനാശ്ശേരിയിൽ കുറെ കാലങ്ങളായി ജയിച്ചുകൊണ്ടിരിക്കുന്നത്, CF ആണെങ്കിലും. അപ്പോൾ അതിനെ അട്ടിമറിക്കുക എന്നുള്ളത് എളുപ്പമാണ്. എന്താണ്? തീർച്ചയായിട്ടും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ കോട്ടയം പാർലമെൻറ്റിൽ ഫ്രാൻസിസ് ജോർജ് സാർ മത്സരിച്ചത്. ചിഹ്നം പോലും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാണ് ശരിക്കും ഓട്ടോറിക്ഷ ചിഹ്നം അനുവദിച്ചത്. അതിനെതിരെ മത്സരിച്ച് 2 ലക്ഷം സിറ്റിംഗ് MP ആയിരുന്നു, തോമസ് ചാഴികാരനായിരുന്നു. 85,000 വോട്ടിന് ജയിച്ചില്ലേ ഓട്ടോറിക്ഷ? അപ്പോൾ 2 നേരത്തെ അറിയാവുന്നതുമായിരുന്നു. ഓട്ടോറിക്ഷ പുതിയ ചിഹ്നമായിരുന്നു. ജനങ്ങൾ വ്യക്തിയെയും മുന്നണിയെയുമാണ് നോക്കുന്നത്. അതിനോട് തെളിവാണത്. എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്? ഞാൻ 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. എന്തായാലും വിനു ജോബ് ചെറുതല്ല, വലിയ കോൺഫിഡൻസ് തന്നെയാണ് പ്രകടിപ്പിക്കുന്ന. അവസാന ദിവസങ്ങളിലും വളരെ വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ശ്രമത്തിലാണ് അദ്ദേഹം ഉള്ളത്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് G. ശ്രീജിത്ത്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.